നമസ്കാരം. അപ്പോൾ ഇന്ന് തക്കാളി ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശമാവ് കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ദോശ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിന് കറി പോലും വേണ്ട കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ബൗളിലേക്ക് ദോശമാവ് ആവശ്യത്തിന് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മാവാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയാണ് കേട്ടോ വേണ്ടത്. ഒരു തക്കാളി ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില, 3-4 വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഉണക്കമുളക് പൊടിച്ചത് അതും ചേർത്തെടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഈ ദോശമാവിലേക്ക് ഈ കൂട്ടങ്ങ് ഒഴിച്ചെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ മാവിൽ ഉപ്പൊക്കെ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് മാവ് വേണ്ടത്. ഇനിയിപ്പോൾ നമുക്കിത് ദോശക്കല്ല് വെച്ചെടുക്കാം. നന്നായിട്ട് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ പുരട്ടി കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തളിച്ച് നോക്കിയിട്ടുണ്ട്. ചൂടൊക്കെ ഒന്ന് പാകമാക്കി എടുക്കാം നമുക്ക്. ഇനിയിപ്പോൾ മാവാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. കല്ലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. മാവ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നൈസാക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. ഇനിയിപ്പോൾ കുറച്ചൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് നെയ്യാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. നെയ്യ് ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് കുറച്ച് നെയ്യൊക്കെ പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് നെയ്യ് ചേർത്ത ദോശ കഴിക്കാനായിട്ട്. എന്നിട്ട് ഒന്ന് തിരിച്ചിട്ടെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് ഇളകി വന്നതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ടെടുക്കാം. ഈ ഒരു ദോശയ്ക്ക് കറി പോലും വേണ്ട കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു ദോശയ്ക്ക്. നല്ലൊരു എരിവും പുളിയും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു തക്കാളി ദോശ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം ഞാനിതിന് വേണ്ടിയിട്ട് ഒരു ചമ്മന്തിയൊക്കെ തേങ്ങ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് വശം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും കൂടി ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ രണ്ട് വശമൊക്കെ ഒന്ന് എടുക്കാം നമുക്കിത്. അപ്പം നെയ്യൊക്കെ തേച്ചെടുത്തിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ കട്ടൻ ചായയും ഒരു തക്കാളി ദോശയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു മഴയുള്ള സമയത്ത് ഇതുപോലത്തെ ദോശയൊക്കെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നല്ല വിഭവങ്ങളായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ ശരി, പോയിട്ട് വരാം.